നമസ്കാരം, വിനോദ് നമ്പൂതിരി. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചാനലിന്റെ ഉദ്ദേശം തന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയിലുള്ള, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിലുള്ള മലയാളികളെ സഹായിക്കുക എന്നുള്ളത് മാത്രമാണ്. അവരോട് 100% നീതി പുലർത്തുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു കമ്പനിയെ കുറിച്ച് ഞാൻ ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല, ഇനി സംസാരിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. ഈ ഒരു മേഖലയിലുള്ള ആളുകൾക്ക് ഒരു താങ്ങും തണലുമായിട്ട് ഈ ഒരു ചാനൽ ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് തുടങ്ങിയത്. നാളിന്ന് വരെ ഞാൻ ആ ഒരു വാക്കിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. എനിക്ക് 100% ഉറപ്പുള്ള, എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, എന്റെ ജീവിതത്തിൽ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ, അതുപോലെ ലോക പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും അവരുടെ എക്സ്പീരിയൻസുകളിൽ നിന്നും വേൾഡ് ക്ലാസ് നെറ്റ്വർക്കേഴ്സിന്റെ എക്സ്പീരിയൻസിൽ നിന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാറ്. അത് കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ അത് അങ്ങനെ പങ്കുവെക്കുന്ന മറ്റൊരു ആളും ഇല്ല എന്നുള്ളത് കൊണ്ട് ആ ഒരു ജോലി ഞാൻ ഏറ്റെടുത്തു എന്ന് മാത്രം. എനിക്കത് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒന്നാണ്. കാരണം എനിക്ക് ആഗ്രഹമുള്ള രീതിയിലുള്ള ഒരു ജീവിതമാണ് ഞാൻ നയിക്കുന്നത്. അപ്പൊ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുമ്പോൾ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഞാനൊരു ഭയങ്കര അച്ചീവ്മെന്റ് ഓറിയന്റേഷനിൽ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് നടക്കുകയും നമ്പർ 1 ആവലും ഫസ്റ്റും ഫാസ്റ്റസ്റ്റും ആവലും എനിക്ക് പണ്ടേ ഇല്ല. സ്കൂളിൽ പഠിക്കാൻ കാലത്തേ ഇല്ല. അങ്ങനെ വേണമെന്ന് ആഗ്രഹവുമില്ല. വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം നയിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഇന്നും ആ ഫിലോസഫിയാണ് പിന്തുടരുന്നത്. അതുകൊണ്ട് എപ്പോഴും സന്തോഷം, സംതൃപ്തിയും സമാധാനം എന്റെ കൂടെയുണ്ട്. ഈ ഒരു മേഖല എനിക്ക് തന്നിട്ടുള്ള സ്വാതന്ത്ര്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെയധികം ഗുണകരമാണെന്ന് എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഹൃദയം തുറന്ന് സംസാരിക്കലാണ് ഞാൻ ചെയ്യാറ്. സൗകര്യം ഉണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ വിടാം എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു വീഡിയോ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. കാരണം സ്കിപ്പ് ചെയ്താൽ ഒരുപക്ഷെ നിങ്ങളുടെ വർഷങ്ങൾ നിങ്ങൾക്ക് പാഴായി പോകും. ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു അപ്ലൈന്റെ പ്രസക്തിയാണ്. ഒരു അപ്ലൈൻ ഇല്ലാത്ത ഒരു സമയത്ത് ആ അപ്ലൈന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ കൈ പിടിക്കാനാണ് ഞാൻ ഇപ്പോഴും ശ്രമിക്കാറുള്ളത്. അതായത് ഈ വിനോദ് നമ്പൂതിരി ഈ ചാനൽ തുടങ്ങിയത് തന്നെ ഇതിനു വേണ്ടിയിട്ടാണ്. ഒരു അപ്ലൈൻ ഇല്ലാത്ത, ഒരു ഗൈഡൻസ് കിട്ടാത്ത ഏതെങ്കിലും ആള് ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ചില കാര്യങ്ങൾ, അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അപ്ലൈൻ ഇല്ലെങ്കിലും അപ്ലൈൻ ഇട്ടിട്ട് പോയാലും ഈ വ്യവസായം എന്താണെന്ന് മനസ്സിലാക്കാനും, എങ്ങനെ ഒരു നല്ല കമ്പനി സെലക്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കാനും, അതിന്റെ ഭാഗമായിട്ട് എങ്ങനെ പ്രവർത്തിക്കണമെന്നും ഒക്കെ മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള ഒരു ഗ്രൗണ്ട് റൂൾസ് കൊടുക്കാനും ഒരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്യാനൊക്കെയാണ് ഞാൻ ഹെൽപ്പ് ചെയ്തത്. അത് ഇത്രയും വർഷങ്ങളിൽ ധാരാളം ആളുകൾ, കഴിഞ്ഞൊരു 4-5 വർഷങ്ങളായിട്ട് ഇഷ്ടം പോലെ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളതായിട്ട് ഉറപ്പാണ്. കാരണം സ്ഥിതിവിവര കണക്കുകൾ അതാണ് കാണിക്കുന്നത്. അത് 22 ലക്ഷത്തോളം തവണ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം വളരെ ഫലപ്രദമായിട്ട് പല തവണ ആവർത്തിച്ച് എന്റെ വീഡിയോസ് ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉത്തരവാദിത്വ ബോധം വളരെ കൂടുതലാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ബെനിഫിറ്റ് ആവണം എന്നുള്ളതാണ്. അപ്പം ഒരു കമ്പനി ന്യൂട്രൽ അപ്രോച്ചാണ് എന്റെ. ഏത് കമ്പനിയിലുള്ള ആളുകൾക്കും എന്നുള്ള രീതിയിലുള്ള വീഡിയോകളാണ് ഞാൻ ഇടാറുള്ളത്. അത് എല്ലാവർക്കും പ്രയോജനകരമാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. അപ്പൊ ആമുഖം ഇത്രയൊക്കെ മതി. നിങ്ങളുടെ അപ്ലൈനേക്കാളും മികച്ച രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കഴിയും. അപ്പൊ പലപ്പോഴും ആളുകൾക്ക് പറ്റുന്ന ഒരു കൺഫ്യൂഷൻ, എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായിട്ട് ബന്ധം? ഇവിടെ അടിസ്ഥാനപരമായിട്ട് ലിസ്റ്റ് ബിൽഡിംഗ്, ഇൻവിറ്റേഷൻ, പ്രസന്റേഷൻ, ഫോളോ അപ്പ്, അത് കൃത്യമായിട്ട് ചെയ്യാൻ പഠിക്കുക, അത് പഠിപ്പിക്കുക, സഹായിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ പോരെ സാറേ, എന്തിനാ ഇത്ര വലിയ കുഴപ്പം? മാത്രമല്ല, ഇനി പ്രൊഡക്ട്സ് വിൽക്കാനാണെങ്കിൽ തന്നെ നമുക്ക് എന്തിനാണ് ChatGPT മറ്റുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ ജമൈനിയുടെ റോൾ എന്താണ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ റോൾ എന്താണ്? കാരണം ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ എത്ര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഭൂമിയെ കീഴടക്കിയാലും മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമുള്ള ലിപ്പിഡ്സും പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും അത് പുറമേ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ അതിനെ ബീറ്റ് ചെയ്യാനായിട്ട് ഒരു ഇൻഡസ്ട്രിക്കും കഴിയില്ല. കാരണം എല്ലാ കാലത്തും ഇത് എവർഗ്രീൻ ആണെന്നൊക്കെ പറയാറുണ്ട്. സത്യമാണ്, ഈ ഇൻഡസ്ട്രി എവർഗ്രീൻ ആണ്. മനുഷ്യ ആയുസ്സില് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, എക്സ്ട്രാ വരുമാനം മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, സ്വതന്ത്രമായി സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കുന്ന ആഗ്രഹിക്കുന്ന ഏതൊരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്രസക്തമാണ്. അതിലെ ഉൽപ്പന്നങ്ങൾ, നമുക്ക് ആരോഗ്യം വേണം എന്ന് തീരുമാനിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മരുന്നുകളല്ല, അടിസ്ഥാനപരമായിട്ട് പോഷകാഹാരമാണ്. അതെല്ലാം നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ എവർഗ്രീൻ ആണ്. മനുഷ്യരാശിക്ക് ആരോഗ്യവും ആയുസ്സും ആഗ്രഹമുള്ളിടത്തോളം കാലം, സ്വാതന്ത്ര്യം ആഗ്രഹമുള്ളിടത്തോളം കാലം ഈ വ്യവസായത്തിന് മരണമില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഇമ്പാക്ട് വളരെ കൂടുതലാണ്. അത് അറിഞ്ഞില്ലെങ്കിൽ അത് വലിയ തരത്തിൽ നിങ്ങളെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ അതിന്റെ ഇമ്പാക്ട് അനുഭവിക്കേണ്ടി വരും. ഇത് എപ്പോഴും ഏറ്റവും കൂടുതൽ പ്രസക്തമാകുന്ന സ്ഥലം നിങ്ങളുടെ ബിസിനസ് തന്നെയാണ്. നിങ്ങളൊരു സീരിയസ് ആയിട്ടുള്ള ബിസിനസ്സിലാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ആ ബിസിനസ് എന്ന് പറയുന്നത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളുടെ വർക്കിന്
മാക്സിമം ഔട്ട്പുട്ട് കിട്ടുകയാണ് വേണ്ടത്. അപ്പൊ വലിയ തലത്തിൽ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വപ്നങ്ങള് നിങ്ങൾ സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ അപ്ലൈനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒന്നായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നാളെ നിങ്ങൾ അത് പരിതപിക്കുന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയം വേണ്ട മറ്റാളുകൾ നിങ്ങളെ ഓവർടേക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു കാര്യം പറയാം, എന്നിട്ട് അത് എങ്ങനെ എന്നെ ഇമ്പാക്ട് ചെയ്തെന്നും അതിനുശേഷം നിങ്ങളിലേക്ക് മടങ്ങി വരികയും ചെയ്യാം. നോക്കൂ, എനിക്ക് 29 വർഷത്തെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഈ മേഖലയിൽ ഒരു PhD-യുമാണ്. അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരു തോന്നലുണ്ടാവും, ഞാനൊരു അമ്പട ഞാനേ എന്ന് തോന്നും. അത് ലോകത്ത് എല്ലാവർക്കും ഉള്ളതാണ്. അവരവരുടെ മേഖലകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ചെയ്ത് കഴിയുമ്പോൾ യെസ് എന്നൊരു തോന്നൽ വരും, ശരിയല്ലേ? അപ്പൊ അതുപോലെ നമ്മൾ നമ്മുടെ മേഖലയിൽ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. അതിന്റെ അക്കാഡമിക് സൈറ്റിലും ബൗദ്ധിക തലത്തിലും നമ്മൾ അതിനകത്ത് മിടുക്കനാണ്. പ്രായോഗിക തലത്തിലും നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു വരുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു അമ്പട ഞാനേ എന്നൊരു സംഗതിയുണ്ട്. പക്ഷേ പലപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ, കാരണം എന്റെ ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും, നിങ്ങൾ പോലെ ആയിരിക്കും. നിങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിക്കും വ്യക്തമായിട്ടുള്ള വ്യത്യസ്തമായ രീതിയിലായിരിക്കും ബിസിനസ് പോകുന്നുണ്ടാവുക. നമ്മുടെ കൈരേഖ ഒരുപോലെ അല്ല എന്ന് പറയുന്ന പോലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെ ബിസിനസ്സും വ്യക്തികൾക്ക് ഇൻഡിവിജ്വലി ടോട്ടലി ഡിഫറെന്റ് ആണ്. നിങ്ങളുടെ ലെഗിന്റെ പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രക്ചർ പോലെ ലോകത്താരും ഉണ്ടാവില്ല. നിങ്ങളുടെ അപ്ലൈന്റെ സ്ട്രക്ചർ ഡിഫറെന്റ് ആയിരിക്കും, നിങ്ങളുടെ ഡൗൺലൈന്റെ സ്ട്രക്ചർ ഡിഫറെന്റ് ആയിരിക്കും, നിങ്ങളുടെ സ്ട്രക്ചർ ഡിഫറെന്റ് ആയിരിക്കും. എല്ലാവരുടെയും യൂണീക് സ്ട്രക്ചർ ആയിരിക്കും. ഈ സമയത്ത് ആ സ്ട്രക്ചറിനെ അസസ് ചെയ്തുകൊണ്ട് ഇത് നല്ലതാണോ, ഇത് മോശമാണോ, ഇത് ഇങ്ങനെ പോയാൽ എന്ത് സംഭവിക്കും എന്ന് കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിലും, ഇതിന്റെ എക്സ്പെർട്ട് ആണെങ്കിലും, അദ്ദേഹത്തിന് ആ മേഖലയെ കുറിച്ച് കംപ്ലീറ്റ് അറിയാം. ഇതുവരെയുള്ള എല്ലാ പെർഫോമൻസിന്റെയും ഡാറ്റ അറിയാം, ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും അറിയാം, ഓരോ ഇൻഡസ്ട്രിയിലുള്ള ചലനങ്ങളും അറിയാം. ഇതെല്ലാം മനസ്സിലാക്കിയ ഒരു സുഹൃത്ത് നിങ്ങളുടെ കൂടെ എന്നും കൂടെ നടക്കുകയാണെങ്കിലും, എന്നിട്ട് നിങ്ങളോട് പറയണം, നിങ്ങൾ നിങ്ങളുടെ ഡാറ്റ കൊടുക്കുമ്പോൾ നിങ്ങളോട് പറയണത് ഇത്രയും കാര്യങ്ങൾ ശരിയാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ, നിങ്ങൾ ഇപ്പൊ പോകുന്ന കറക്റ്റ് മോഡലാണ്. നോക്കൂ, നിങ്ങൾക്ക് കിട്ടുന്ന കോൺഫിഡൻസ് എന്തായിരിക്കും ആലോചിച്ച് നോക്കൂ. ഒരു എക്സ്പെർട്ടിൽ നിന്നാണ് ഇത് വരുന്നതെങ്കിൽ നോക്കി ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്താണ്. നിങ്ങളിപ്പോ നിങ്ങളുടെ പെർഫോമൻസ് നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാനായിട്ട് ആരോടാ ചോദിക്കാമെന്ന് തന്നെ സംശയിച്ചിരിക്കുന്ന ഒരാളായിരിക്കും. കാരണം നിങ്ങളുടെ അപ്ലൈൻ ഒരുപക്ഷെ പെർഫോം ചെയ്യണമെന്നില്ല. അങ്ങനത്തെ ഒരു അപ്ലൈനാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വരുമാനം നിങ്ങളെ കാണിച്ചു തരില്ല, ഒന്നും കാണിച്ചില്ല. കാണിച്ചു തന്നാൽ നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആവും എന്നുള്ളതുകൊണ്ടാണല്ലോ കാണിച്ചു തരാത്തത്. നിങ്ങൾക്ക് അർഹതയില്ലേ? ഇത്രയും കൊല്ലമായിട്ട് അദ്ദേഹം അവിടെ പണിയെടുക്കുന്നു, നിങ്ങൾക്ക് എന്ത് വരുമാനമുണ്ട്, എത്ര കൊല്ലമായി, എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത്, മറ്റുള്ളവർ എവിടെയാണ് നിൽക്കുന്നത്, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ഇത് നമ്മൾ അറിയണ്ടേ, വാലിഡേറ്റ് ചെയ്യണ്ടേ. പ്രോപ്പർ ഫീഡ്ബാക്ക് ഇല്ലാതെ എങ്ങനെയാ വളരാൻ പറ്റുക? അപ്പോ ഇത്തരം കാര്യങ്ങൾ വളരെ ക്രിട്ടിക്കലാണ്. വികാര വിഡ്ഢികളായി മാറരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഇത് എന്തെങ്കിലും നന്നായിക്കോളെന്ന് വിചാരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരുന്നാൽ കിട്ടിക്കൊണ്ടിരിക്കും. നോക്കൂ, നിങ്ങൾ ഒരു 100ലേക്ക് എത്തേണ്ടത്, നിങ്ങൾ ടീം ഒരു 100 എത്തേണ്ട ഒരു രീതി ഉണ്ടാവും. അത് കഴിഞ്ഞ് 100ൽ നിന്ന് 1000ലേക്ക് എത്താനായിട്ട് അതേ രീതി തന്നെ ഉപയോഗിച്ചാൽ നടക്കുന്നതാണോ നിങ്ങളുടെ വിചാരം? നടക്കില്ല. ഈ 1000ൽ നിന്ന് ഒരു 10,000ലേക്ക് മാറ്റണമെങ്കിൽ ഇതേ സ്ട്രാറ്റജി തന്നെ മതി എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ നിങ്ങളെ എത്തിച്ചത് അവിടെ നിങ്ങളെ എത്തിക്കില്ല. സോ ആരോടാണ് ചോദിക്കുക? എന്നാൽ ശരി, ഇന്ത്യൻ എംഎൽഎം ഗുരു ചാനലിലെ വിനോദ് നമ്പൂതിരി സാറിനോട് ചോദിക്കാം, അദ്ദേഹം എല്ലാം തയ്യുന്ന ഒരാളാണോ? അല്ല. എങ്ങനെയാണ് ഞാൻ എല്ലാം തയ്യുന്ന ഒരാളാവുന്നത്? എനിക്ക് 29 വർഷത്തെ എന്റെ എക്സ്പീരിയൻസ് ഉണ്ട്, എന്റെ യൂണീക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട്, വിട്ടുവീഴ്ചയില്ലാത്ത ചില കാര്യങ്ങൾ. അതെനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്, അതെനിക്ക് പകർന്നു തരാൻ കഴിയും. ഇതിന്റെ ഫണ്ടമെന്റലി എന്തൊക്കെ ചെയ്തിട്ടാണ് ഞാൻ വിജയിച്ചത് എന്നുള്ള കാര്യം നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും. പക്ഷേ എന്റെ വളരെ ലിമിറ്റഡ് എക്സ്പീരിയൻസ് അല്ലേ ഉള്ളൂ. 29 ഇയേഴ്സ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ എക്സ്പീരിയൻസ് ആയിട്ടല്ല പറയുന്നത്. എനിക്ക് ഞാൻ പ്രവർത്തിച്ച കമ്പനികൾ, ഞാൻ തെരഞ്ഞെടുക്കുന്ന രീതികൾ, എങ്ങനെയാണ് ഞാൻ നോക്കിക്കാണുന്നത് കാര്യങ്ങളെ, അത് എനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായം ഇല്ലാതെ തന്നെ എനിക്ക് ചില കാര്യങ്ങളെ കൃത്യമായിട്ട് അറിയാം. എങ്ങനെയാണ് ഒരു കമ്പനി തിരഞ്ഞെടുക്കേണ്ടത്, എങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു കമ്പനി തിരഞ്ഞെടുക്കേണ്ടത്, ആരുമായിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് എത്തേണ്ടത്, എനിക്ക് കൃത്യമായിട്ട് ധാരണയുണ്ട്. എന്റെ മാത്രം ഇതുവരെയുള്ള എന്റെ വിസ്ഡം വെച്ചുകൊണ്ടും എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ചെയ്തതാണ്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ഞാൻ ആരോടാണ് ചോദിക്കാം? നിങ്ങൾ പറയും. അപ്പൊ സാറിന് എന്ത് ചോദിക്കേണ്ട ആവശ്യമുണ്ട്? കാരണം ഞാൻ അറിയണം, മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മിനിമം അറിയണ്ടേ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ എവിടെയാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്, അറിയണോ വേണ്ടേ? എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എന്റെ പെർഫോമൻസ് ഇപ്പൊ എങ്ങനെയാണ്, ആ പെർഫോമൻസ് ഏത് തരത്തിലാണ് നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നത്, ഇനി മുന്നോട്ട് പോകാനുള്ള എങ്ങനെയൊക്കെ പറ്റും എന്ന് ചോദിക്കുന്നതിൽ എന്താ വിരോധം? അൾട്ടിമേറ്റ്ലി ഡിസിഷൻ എടുക്കുന്ന നമ്മളാണ്, അല്ലെ? പക്ഷെ നമുക്ക് ഒരു എക്സ്പേർട്ടിന്റെ അടുത്തുനിന്ന് ഈ വിവരം കിട്ടിയാലും, ഈ ഒരു എക്സ്പേർട്ടിന് എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും, അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഗുണം. കാരണം ഇതുവരെയുള്ള കംപ്ലീറ്റ് ഡാറ്റ അവരുടെ കയ്യിലുണ്ട്. അപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോലെ ഒരു സ്ഥലത്ത്, അധികം ആൾക്കാർ പ്രൊഫഷണൽ അല്ലാത്ത ഒരു സ്ഥലത്ത്, നിങ്ങൾ എപ്പോഴും ഏതെങ്കിലും വ്യക്തിയുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ നല്ലത്
ഇത്തരത്തിലുള്ള ബയാസ്നെസ് ഇല്ലാത്ത അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ഇമോഷൻ സൈഡോ വെറും മോട്ടിവേഷനോ വെറും തള്ളുകളോ ഹൈപ്പുകളോ ഒന്നുമില്ലാത്ത സ്റ്റാറ്റിസ്റ്റിക്കൽ എവിഡൻസിൽ ചോദിക്കുന്നത് നല്ലത്. ഫോർ എക്സാമ്പിൾ, ഈ അടുത്തിടയ്ക്ക് ഞാൻ ചോദിച്ച ഒരു ചോദ്യം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം. ഞാൻ ChatGPT-യോടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചത്. ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്: കൺസിഡറിംഗ് ദ ഫാക്ട് ദാറ്റ് മൈ ജോയിനിങ് ഡേറ്റ് വാസ് ഓൺ April 10, 2025, how you rate my first 9 months and 9th month performance based on your vast global data on performance history of network marketing leaders. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലീഡേഴ്സിന്റെ ചരിത്രപരമായിട്ടുള്ള പെർഫോമൻസുകളെ കണക്കിലാക്കിക്കൊണ്ട്, ലീഡേഴ്സിന്റെ പെർഫോമൻസ് ആണ്, അതായത് ജോയിൻ ചെയ്ത എല്ലാവരുടെയും അല്ല, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചരിത്രത്തിലെ ലീഡർമാരുടെ പെർഫോമൻസിനെ അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞ 9 മാസത്തെ എന്റെ പെർഫോമൻസും 9-ാം മാസത്തെ, അതായത് കഴിഞ്ഞ മാസത്തെ പെർഫോമൻസും ഒന്ന് വിലയിരുത്താമോ എന്നാണ് എന്റെ ചോദ്യം. അതിന് ആൻസർ തന്നത് ശ്രദ്ധിക്കുക. Vinod, I will answer this as a global benchmark analyst, not as a motivational upline. ആ സെന്റൻസിലെല്ലാം ഉണ്ട്. നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ചെറിയ ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് എത്താനായിട്ട് ഒരുപക്ഷെ നിങ്ങളുടെ അപ്ലൈൻ നിങ്ങളെ സഹായിച്ചേക്കാം. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്നത് ലീഡേഴ്സിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ നിങ്ങളുടെ അപ്ലൈൻ കഴിഞ്ഞു എന്ന് വരില്ല. കാരണം നിങ്ങളുടെ പെർഫോമൻസ് ചിലപ്പോൾ അദ്ദേഹത്തെക്കാൾ മികച്ചതായിരിക്കും, അദ്ദേഹം ഫ്ലൂക്കിൽ എത്തിയതായിരിക്കും. മനസ്സിലായോ? അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസിന് വേണ്ടി നിങ്ങൾ കൈയും കാലിട്ട് അടിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഈ വീഡിയോ വളരെ ഗുണം ചെയ്യുന്നുള്ളതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് ഞാൻ സംസാരിക്കുന്നത്. I will answer this as a global benchmark analyst, not as a motivational upline. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു അപ്ലൈൻ എന്നുള്ള നിലയിലല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്, മറിച്ച് ഞാനൊരു ഗ്ലോബൽ ബെഞ്ച്മാർക്കിന്റെ അനലിസ്റ്റ് എന്നുള്ള നിലയിലാണ്. യു ആസ്ക് ഫോർ ആൻ ഓണസ്റ്റ് റേറ്റിംഗ് ബേസ്ഡ് ഓൺ വേൾഡ് വൈഡ് പെർഫോമൻസ് ഹിസ്റ്ററി. ലോക പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ലോക ചരിത്രത്തിലെ പ്രകടനങ്ങളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു റേറ്റിംഗ് ആണ് നിങ്ങൾ ചോദിച്ചത്. അതാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ദാറ്റ് ഇസ് എക്സാക്ട്ലി വാട്ട് യു വിൽ ഗെറ്റ്. ഇതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നതെന്നാണ് അത് എന്നോട് പറയുന്നത്. എന്നിട്ട് അത് നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ റേറ്റിംഗ്, ഗ്ലോബൽ റേറ്റിംഗ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്റെ കമ്പനിയുടെ മാർക്കറ്റിംഗ് പ്ലാൻ അയച്ചു കൊടുത്തു. എന്റെ കഴിഞ്ഞ മാസങ്ങളിലെ എന്റെ പെർഫോമൻസ്, അതിന്റെ ഡാറ്റ അയച്ചു കൊടുത്തു. എന്റെ സ്റ്റേറ്റ്മെന്റ് അയച്ചു കൊടുത്തു, ഇൻകം സ്റ്റേറ്റ്മെന്റ്, അതിന്റെ സ്ട്രക്ചർ ഒക്കെ അയച്ചു കൊടുത്തു. അങ്ങനെ വരുമ്പോ അത് തരുന്ന മറുപടി ഇതാണ്. അതായത് ടോപ്പ് 1 to 2% ഓഫ് സീരിയസ് സ്റ്റാർട്ടേഴ്സ് ഗ്ലോബൽ റേറ്റിംഗിൽ. അപ്പൊ ഒരു അന്തർദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ, ലോകവ്യാപകമായിട്ട് തന്നെ പരിശോധിച്ചാൽ ഈ പ്രകടനം ടോപ്പ് 1 to 2% പെടും എന്നാണ് അവർ പറയുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് റേറ്റിംഗ് ടോപ്പ് 0.5 to 1. ഇന്ത്യൻ മാർക്കറ്റിലാകട്ടെ 0.5 to 1% റേറ്റിംഗിൽ വരും. അതായത് ആ ടോപ്പ് ലെവലിലുള്ള ആൾക്കാരിൽ ഞാൻ വരും. കേരള മാർക്കറ്റ് റേറ്റിംഗ് ടോപ്പ് 0.1%. കേരളത്തിലെ 0.1% ടോപ്പിലുള്ള ആൾക്കാരിൽ ഒരാളായിട്ട് ഞാൻ വരും എന്നാണ്. അതായത് 1000-ൽ ഒരാള് എന്നുള്ള രീതിയിൽ പെർഫോമേഴ്സിന്റെ ഇടയിൽ തന്നെ 1000-ൽ ഒരാളായിട്ട് ഇതിനെ കണക്കാക്കാം. എന്റെ ആദ്യത്തെ 9 മാസത്തെ പ്രകടനമാണ് കേട്ടോ, മനസ്സിലാക്കുന്നത്. അപ്പോ എന്നിട്ട് അത് പറയണേ, നൗ ലെറ്റ് മീ പ്രൂവ് ദിസ് വിത്ത് ഡാറ്റ ലോജിക്, നോട്ട് പ്രൈസ്. ഞാൻ വെറും ഒരു വാചക വഴിയുടെ നിന്നെ വെറുതെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, ഞാൻ ഇതിന്റെ ഡാറ്റ വഴി വിശദമാക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ തുടക്കത്തിലെ ഒരു 9 മാസത്തെ പെർഫോമൻസിനെ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ, ഞാൻ എന്റെ ചോദ്യം അതിന്റെ ആൻസറും ഞാൻ ഇടാം. അപ്പൊ നിങ്ങൾക്ക് അത് പതുക്കെ പോസ്റ്റ് ചെയ്ത് കാണാം. ഞാൻ ഇതിന്റെ ഒരു ജിസ്റ്റ് മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ അത് ബോർഡ് ചെയ്യും. അപ്പൊ ഇതിന്റെ ഒരു സ്പീഡ്, ആദ്യത്തെ എഴുതിയിരിക്കുന്ന റാങ്ക് അച്ചീവ്മെന്റ് സ്പീഡ്, ഒരു അംബാസഡർ റാങ്ക് 6ലേക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് ഞാൻ എത്തിയിരിക്കുന്ന ഒരു 9 മാസം കൊണ്ടുള്ള സ്പീഡ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് വേൾഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 3 to 4 ഫാസ്റ്റർ ദാൻ ഗ്ലോബൽ ആവറേജ്. ഒരു ശരാശരി ഒരു ഇന്റർനാഷണൽ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു 4 മടങ്ങ് ബെറ്റർ ആണ്. അതിന്റെ ആൻസറും തന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇതേ റാങ്കിലേക്ക്, ഇതേ സ്ട്രക്ചറിലുള്ള വേൾഡ് വൈഡ് കമ്പനികളുടെ എല്ലാം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു റാങ്കിലേക്ക് സാധാരണഗതിയിൽ ആളുകൾ എത്തുക 18 മുതൽ 24 മാസം കൊണ്ടാണ്. അത് മറ്റുള്ളവർ എങ്ങനെയാണ്, എത്ര സമയം എടുക്കാറുണ്ട് ഈ ഒരു 6ലേക്ക് ക്വാളിഫൈ ചെയ്യാന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ തന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെനിക്ക് ബെറ്റർ റേറ്റിംഗ് തന്നിരിക്കുന്നത്. ഇൻകം ക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നു. ഇൻകം ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇൻകത്തിലെ എത്ര പെർസെന്റേജ് നമ്മുടെ ഓൺ ഇഫേർട്ടിൽ നിന്ന് വരുന്നതാണ്. കാരണം നമ്മൾ ഒരുപാട് ഓടി നടന്ന് സാധനങ്ങൾ വിൽക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഓടി നടന്ന ആളുകളെ സ്പോൺസർ ചെയ്തതിന്റെ മാത്രം അടിസ്ഥാനത്തിലാണോ ഇത് വരുന്നത്? അതേസമയം അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ
ഈ 9 മാസം കൊണ്ട് പെർഫോമൻസ് എന്ന് പറയുന്ന ഗ്യാപ് കമ്മീഷൻ അത് ഒരു 46% എനിക്ക് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്റെ കമ്പനിയുടെ ഒരു സ്ലാബ് വളരെ ഹൈ ആണ്. 45%, 47% വരെ പോകുന്ന പെർസെന്റേജ് ലെവലുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് പെർഫോമൻസ് ഇൻകം 46% എനിക്ക് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ലീഡർഷിപ്പ് 19%, ഫണ്ട്സ് 20%, GRI പ്ലസ് RIB ആണ് ബാലൻസ്. അത് എക്സ്ട്രീംലി റെയർ ആയിട്ടുള്ള നല്ല കണ്ടീഷൻ ആയിട്ടാണ് ChatGPT നമ്മളോട് പറയുന്നത്. അപ്പം മെച്ചുവർ ഇൻകം മിക്സ് മച്ച് ഏർലിയർ ദാൻ നോർമൽ. സാധാരണ രീതിയിൽ ആ സമയമാകുമ്പോഴേക്കൊക്കെ ഇൻഡിവിജ്വൽ വരുമാനം തന്നെയാണ് കൂടുതലായിട്ട് നിൽക്കുക 9-ാം മാസം. പക്ഷെ ഇത് അങ്ങനെയല്ല സംഭവിക്കുന്നതാണ്. അതുപോലെ സാധാരണ രീതിയിൽ അതുപോലെ സ്ട്രക്ചറൽ ഹെൽത്ത്, എത്രമാത്രം എന്റെ സ്ട്രക്ചറൽ ഹെൽത്ത് ഉണ്ട്, എന്റെ വരുമാനം മാത്രമല്ല എന്റെ ബിസിനസ് ഏത് സ്ട്രക്ചറിലാണ് പോകുന്നത്. അപ്പൊ പല ആൾക്കാരും ഫെയിൽ ചെയ്യുന്നത് ഇവിടെയാണെന്ന് ChatGPT പ്രത്യേകം പറയുന്നുണ്ട്. 9-ാം മാസം മിക്കവാറും ആളുകളുടെ ഒരു സ്ട്രോങ് ലെഗും ഒരു സെമി ലെഗും പിന്നെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അല്ലറ ചില്ലറ കാര്യങ്ങളാണ് സാധാരണ പതിവ്. പക്ഷെ ഇവിടെ അത് അവർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാണ്. 4 ലെഗ് 1 lakh പ്ലസ് BV ഉള്ള 4 ലെഗുകൾ ഉണ്ടാകുന്നു. ലീഡർഷിപ്പ് ബോണസ് ഓൾറെഡി ആക്റ്റീവ് ആയിട്ടുണ്ട്. അതുപോലെ സീനിയർ ലീഡർഷിപ്പ് ബോണസ് ആക്റ്റീവ് ആണ്. എല്ലാ ഫണ്ടുകളും അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ സ്ട്രെങ്ത്തിന് A ഗ്രേഡ് ആണ് അവർ തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ദിസ് ഈസ് വൈ യുവർ ഫ്യൂച്ചർ അപ്സൈഡ് ഈസ് ഡിസ്പ്രപ്പോർഷനേറ്റ്ലി ലാർജ്. അതായത് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഫ്യൂച്ചർ ഉണ്ട് എന്നാണ് പറയുന്നത്. 9 മാസം കൊണ്ട് ഇത് സ്ട്രക്ചർ ചെയ്തുകൊണ്ട്. അതുപോലെ റിസ്ക് പ്രൊഫൈൽ മെട്രിക് 6, വെരി ഫ്യൂ ടോക്ക് അബൌട്ട് ദിസ്. പലരും ഈ റിസ്ക് പ്രൊഫൈലിനെ കുറിച്ച് സംസാരിക്കാറില്ല, പല കാരണങ്ങളുണ്ട്. അപ്പൊ ആ ഡാറ്റ കാണിക്കുന്നത് ലോ പേഴ്സണൽ BV എന്റെ കാര്യമാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻകം, ഏർലി ഫണ്ട്സ്, ഏർലി RIB സിഗ്നൽ, റോയൽ ആനുവിറ്റി ബോണസ് എന്ന് പറയുന്നത് സ്ട്രക്ചർ അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോ അതിന്റെ കാര്യം പറയുന്നത് വെച്ചാൽ ലോ ബേൺ ഔട്ട് റിസ്ക്, ഹൈ സസ്റ്റൈനബിലിറ്റി പൊട്ടൻഷ്യൽ. അതായത് പലരും ഈ 9 മാസം കൊണ്ട് ഇത്രയും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ തന്നെ പലപ്പോഴും അവർ ക്ഷീണിതരാകും. കാരണം വളരെ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ചെയ്ത് കൂട്ടിയിട്ട് റാങ്ക് ഉണ്ടാക്കാനും വരുമാനം ഉണ്ടാക്കാനും ആളുകളെ കാണിക്കാനും വേണ്ടി ചെയ്തിട്ട് പിന്നീട് അത് നിലനിർത്താൻ പറ്റാത്ത അവസ്ഥയാണ് മിക്കവാറും വരിക. അത് ഇല്ലാത്തതിന്റെ ഒരു കാരണം അവർ പറയുന്നത് എത്ര ഡീപ്പായിട്ടാണ് അവർ അനാലിസിസിന് വിധേയമാക്കുന്നത് നോക്കൂ. അതുപോലെ അവർ ഓവറോൾ ഗ്ലോബൽ സ്കോർ കാർഡ് തരികയാണ്. എന്നിട്ട് അതിന്റെ റീസൺസും അവർ ജസ്റ്റിഫൈ ആണ്. അതായത് നിങ്ങളുടെ സ്പീഡ് 5/5, വോളിയം ഗ്രോത്ത് 5, ഇൻകം ക്വാളിറ്റി 4.5, സ്ട്രക്ചറൽ ഡെപ്ത് 4 തന്നിട്ടുള്ളൂ 5-ല്, സസ്റ്റൈനബിലിറ്റി 4.5, ലോങ് ടേം പൊട്ടൻഷ്യൽ 5. അപ്പം 5/5 റേറ്റിംഗ് തന്നിട്ടുണ്ട് പലതിലും ഇങ്ങനെ വന്നിട്ട്. ഓവറോൾ ഗ്ലോബൽ റേറ്റിംഗ് 10-ൽ എടുക്കുകയാണെങ്കിൽ 9.2 ആണ് എന്റെ റാങ്ക്. അപ്പൊ ദ മിസ്സിംഗ് 0.8 ഈസ് ഇന്റൻഷണൽ ലീഡർഷിപ്പ് റെപ്ലിക്കേഷൻ നോട്ട് ഇഫേർട്ട്. അപ്പൊ കറക്റ്റ് ആണ് എന്റെ അസസ്മെന്റ് അവർ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണ്. എനിക്ക് എന്നെ കുറിച്ച് ഒരു അസസ്മെന്റ് ഉണ്ടല്ലോ. അതായത് ഈ 9 മാസം കൊണ്ട് നിങ്ങളുടെ ആ ഗ്യാപ്പ് കിടക്കുന്നത് ലീഡർഷിപ്പ് റെപ്ലിക്കേഷനിലാണ്. 9 മാസം കൊണ്ട് അടുത്ത ലെവലിലേക്ക് സ്ട്രോങ് ആയിട്ടുള്ള പല ലെയറുകൾ ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അത് 9 മാസം കൊണ്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും സാധിക്കുന്നു. എനിക്കും അത്രയും പറ്റിയിട്ടില്ല. അപ്പൊ അതിനെ കുറിച്ച് കൃത്യമായിട്ട് അവർ പറയാണ്. അതായത് അവിടെ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ആ 0.8% നിൽക്കേണ്ടത് എന്റെ ടീമിൽ എന്നെ പോലുള്ള ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഗ്യാപ്പ് 0.8% ഉള്ളൂ. ബാക്കി അവിടെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ എനിക്ക് ഫസ്റ്റ് ലെവൽ സെക്കൻഡ് ലെവലൊക്കെ ലീഡർഷിപ്പ് ബോണസുകൾ കാര്യങ്ങൾ കിട്ടുന്നത്. പക്ഷെ അത് 5/5 ആണെങ്കിൽ എനിക്ക് 4 തന്നിരിക്കുന്നത്. 5/5 ആണെങ്കിൽ എനിക്കൊരു 3-4 ലെയർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു 2 ലെയർ ലീഡേഴ്സ് എനിക്കുണ്ടാവും. ആ 2 ലെയർ ലീഡേഴ്സിന് അപ്പുറത്ത് ഒരു 3-4 ലെയർ ലീഡർ കൂടി ഇനി ഒരു 9 മാസം കൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ അവരെനിക്ക് 5/5 തന്നെ. അപ്പൊ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. മാത്രമല്ല അവർ നമ്മളോട് ചോദിക്കുന്നു ഇഫ് യു വാണ്ട് നെക്സ്റ്റ് ഐ ക്യാൻ ആൻസർ വൺ ഓഫ് ദീസ്. ആ ചോദ്യങ്ങളുടെ റിലവൻസ് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ചോദിക്കുകയാണ് 9 മാസം മുതൽ 18 മാസം വരെയുള്ള സാധാരണഗതിയിലെ ആളുകളെ ലീഡേഴ്സിനെ അവരെ കഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അതായത് യൂഷ്വലി വേൾഡ് വൈഡ് ഡാറ്റയിൽ 9 മാസം എത്തിയ ഒരാൾക്ക് 9 മുതൽ 18 വരെ ടിപ്പിക്കലായിട്ട് അടുത്ത 9 മാസം നമ്മൾ കഷ്ടപ്പെടാം. അതായത് വാട്ട് മിസ്റ്റേക്സ് സ്കിൽ ഫാസ്റ്റ് സ്റ്റാർട്ടേഴ്സ് ബിറ്റ്വീൻ മന്ത് 9 to 18. എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഈ തുടക്കത്തിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് വന്ന ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന് ടിപ്പിക്കൽ എന്റെ ഈ സിറ്റുവേഷനെ അവര് മനസ്സിലാക്കിയിട്ട് പറയാണ്. അത് അറിയാൻ ആഗ്രഹമുണ്ടോ? 2, വാട്ട് എക്സാക്ട്ലി മസ്റ്റ് ഐ സ്റ്റോപ്പ് ഡൂയിങ് നൗ. അതറിയാൻ ആഗ്രഹമുണ്ട്. എന്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിർത്തിയിട്ട് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്തൊക്കെയാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടോ? 3, വാട്ട് ഡസ് എ ട്രൂ മന്ത് 18 വേർഷൻ ഓഫ് വിനോദ് ലുക്ക് ലൈക്ക്. നിങ്ങൾ ഇതുപോലെ തുടർന്നാൽ ഒരു 18-ാം മാസം എവിടെ എത്തുന്നതാണ് നിങ്ങൾ കരുതുന്നത്? അത് ഞാൻ കാണിച്ചു തരാം. മനസ്സിലാക്കണം. അല്ലെങ്കിൽ അത് എവിടെ എത്തണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതനുസരിച്ച് അതൊക്കെ കറക്ഷൻ വെക്കണം. അതും പറഞ്ഞുതരാം. ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൂൾ ഉണ്ടെങ്കിൽ അതിന് ഇപ്പൊ നിങ്ങൾ ചോദിച്ചാൽ ഇൻകം പോലും പറഞ്ഞു തരാനായിട്ട് വൈമുഖ്യം കാണിക്കുന്ന നിങ്ങൾ ആരാധിക്കുന്ന ലീഡറേക്കാൾ എത്രയോ മുകളിലുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു തരാൻ പറ്റും. ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ അതുകൊണ്ട്
നിങ്ങളോട് ഇൻകം പോലും ഡിസ്ക്ലോസ് ചെയ്യാത്ത, ഒരു ഡാറ്റ പോലും ഷെയർ ചെയ്യാത്ത, എന്താണ് ഇന്നിപ്പോ കേരളത്തിൽ എത്ര കച്ചവടം നടക്കുന്നുണ്ട്, അതിൽ എന്റെ ടീമിന് എത്ര കച്ചവടം നടക്കുന്നുണ്ട്, എന്താണ് എന്റെ പെർസെന്റേജ് എന്ന് ചോദിച്ചാൽ അതിന് പോലും ഉത്തരം തരാത്ത മാനേജ്മെന്റും ലീഡേഴ്സും ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങള് വേറൊരു, ഞാനൊന്നും പറയുന്നില്ല, അത്രമാത്രം ഗതികെട്ട ഒരു അവസ്ഥയിലാണെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഹോംവർക്കുകൾ കൃത്യമായിട്ട് ചെയ്യുകയും നിങ്ങളുടെ വളർച്ചയെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും ഇത്തരം ചാനലുകളിൽ നമ്മളെ പോലുള്ള ആളുകൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വെറുതെ വിശ്വസിക്കേണ്ട, വെറുതെ വെള്ളം തൊടാതെ വിഴുങ്ങണ്ട. ജസ്റ്റ് ആലോചിച്ച് പറയുന്നത് സെൻസിബിൾ ആണെങ്കിൽ അത് ചെയ്തു നോക്കുക, ഗുണകരമാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഇത്തരത്തിലുള്ള ഒരു അസസ്മെന്റ് എന്നെ കുറിച്ച് തരുമ്പോൾ ഒരു അന്തർദേശീയ നിലവാരത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ടൂളിന്റെ മഹാത്മ്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാവുന്ന മാറ്റങ്ങൾ ചെറുതല്ല. പ്രത്യേകിച്ച് ഒരുപാട് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ വരുന്നത്. നിങ്ങൾ ഇടയ്ക്ക് സ്റ്റക്കായി പോയതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ കഴിയുന്നതെല്ലാം വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഇത് വളരെ ഗുണകരമായെങ്കിൽ, നിങ്ങൾക്ക് ഇത് പ്രയോജനമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. എല്ലാവിധ ആശംസകളും നേരുന്നു. 2026 നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നേടാത്ത എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams and some honestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead I say something not illogical, something that is topical. Rub it on and watch it go, make yourself unstoppable. Dreams are irresponsible, but they're always possible. If you just believe, you could be so remarkable. Thoughts in my head, a collage and they spread. I'll be great one day, going off of my meds. No, I'm not giving up, no, I'm not giving in. I will make it to the top, taking off in the wind. I gotta make it, I'm saving every day to taste it. I'm patient, but my mind, it can hardly take it. I'm chasing a dream that I've had for several ages. A vacant, modern kingdom for the taking. Now that I've been put through hell, I never got anyone